നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഈ സ്വകാര്യ ചാനലുകളുടെ കടന്നുവരവോടെ ഏറ്റവും പ്രതിസന്ധിയിലായത് ദൂരദർശനാണ്. നമ്മളെ ഓർമ്മകളിലേക്ക്, നമ്മളുടെ ഗ്രഹാതുരതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് സത്യം പറഞ്ഞാൽ ദൂരദർശൻ ചെയ്യുന്നത്. പണ്ട് ദൂരദർശൻ മാത്രമുണ്ടായിരുന്ന ഒരു കാലത്ത് ഇവിടുത്തെ ദൃശ്യമാധ്യമ രംഗം അടക്കിവാണിരുന്നു ദൂരദർശൻ. ദൂരദർശൻ്റെ ആ പെട്ടിക്ക് മുന്നിലേക്ക് യുവത്വവും എല്ലാ തലമുറയും, യുവതലമുറയും, ചെറിയ കുട്ടികളും മുതിർന്നവരും പ്രായമായവരുമൊക്കെ ഓടിയെത്തിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ദൂരദർശനിലെ പരിപാടികൾ കാണാൻ ആളില്ലാതായിരിക്കുന്നു. കേരളത്തിൽ പലയിടങ്ങളിലായി ദൂരദർശന കേന്ദ്രങ്ങളുണ്ടായിരുന്നു, സ്റ്റുഡിയോകളുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മാത്രമാണ് ദൂരദർശൻ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. മറ്റുള്ള കൊച്ചി സ്റ്റുഡിയോ, അതുപോലെ കോഴിക്കോട് സ്റ്റുഡിയോ പ്രവർത്തനങ്ങളുണ്ട്. എന്നാലും അത് വലിയ കാര്യമായ പ്രവർത്തന ശേഷിയുള്ള സ്ഥാപനങ്ങളല്ല. ഇപ്പോൾ അവിടുന്നൊക്കെ ഉപകരണങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റിയിരിക്കുന്നു എന്നത് നേരത്തെ തന്നെ വാർത്തയായിരുന്നു. ഇതിപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂരിൽ ദൂരദർശന ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. തൃശ്ശൂർ പൂരം ഉൾപ്പെടെ എത്രയോ സാംസ്കാരിക പരിപാടികൾ, എത്രയോ സാമൂഹ്യ സാഹിത്യ പരിപാടികൾ സംപ്രേഷണം ചെയ്ത സ്റ്റുഡിയോയാണ് തൃശ്ശൂരിലേത്. തൃശ്ശൂരിലെ സ്റ്റുഡിയോ, ദൂരദർശൻ്റെ സ്റ്റുഡിയോ അടച്ചുപൂട്ടുന്നു എന്ന വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. 2 പതിറ്റാണ്ട് പിന്നിട്ട തൃശ്ശൂരിലെ ദൂരദർശൻ കേന്ദ്രം അടച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഒരു കാലത്ത് ദൂരദർശന്റെ കേരളത്തിലെ അഭിമാനമായിരുന്ന തൃശ്ശൂർ കേന്ദ്രത്തിൽ ആകെയുണ്ടായിരുന്ന ഒരു ക്യാമറാമാനെ റാഞ്ചി സ്റ്റുഡിയോയിലേക്ക് സ്ഥലം മാറ്റി ഒരു എഡിറ്ററെ മാത്രം പേരിന് നിലനിർത്തി അടച്ചുപൂട്ടൽ നടപടികൾ ഇപ്പോൾ വേഗത്തിലാക്കുന്നു വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്ന കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. ലാഭകരമല്ലാത്ത യൂണിറ്റുകൾ പൂട്ടി തിരുവനന്തപുരം പ്രക്ഷേപണ കേന്ദ്രം മാത്രം നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടികൾ എന്നാണ് ലഭിക്കുന്ന വിശദീകരണം. അതുപോലെ തന്നെ പുതുച്ചേരി DD കേന്ദ്രം പൂട്ടുന്നത് ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിലെ ദൂരദർശൻ ശൃംഖലയെ കാര്യമായി ബാധിക്കുന്ന 71 ക്യാമറാമാൻമാരുടെ സ്ഥലം മാറ്റ ഉത്തരവാണ് കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയത്. നിലവിൽ ഓൾ ഇന്ത്യ റേഡിയോ തൃശ്ശൂർ നിലയം തലവന് പ്രോഗ്രാം ഹെഡിന്റെ അധിക ചുമതല നൽകിയാണ് ദൂരദർശൻ കേന്ദ്രം തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്നത്. പേരിന് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി തൃശ്ശൂർ ദൂരദർശൻ കേന്ദ്രം മാറുകയാണ്. സാംസ്കാരിക നഗരിയുടെ ഒരു തിലകക്കുറിയായിരുന്ന ദൂരദർശൻ കേന്ദ്രമാണ് ഇപ്പോൾ അടച്ചുപൂട്ടുന്നത്. ജീവനക്കാർ ആരും തന്നെ ഇപ്പോൾ അവിടെയില്ല. സ്ഥലമാറ്റം വാങ്ങി പല മേഖലകളിലേക്ക് പോയി കഴിഞ്ഞു. അവിടുത്തെ പ്രദേശവാസികളും തൃശ്ശൂർ നഗരവാസികളും ഒക്കെ വലിയ ദുഃഖത്തിലാണ്, വലിയ സങ്കടത്തോടെയാണ് ഈ വാർത്ത അറിയുന്നത്. ഒരു കാലത്ത് 5 ക്യാമറമാൻമാർ ഉണ്ടായിരുന്നിടത്താണ് ഇപ്പോൾ പ്രോഗ്രാം നിർമ്മാണവും മറ്റു കാര്യങ്ങളുമൊന്നും ഇല്ല എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തൃശ്ശൂർ ദൂരദർശൻ കേന്ദ്രം അടച്ച് പൂട്ടുന്നത് എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ, കോഴിക്കോട് പ്രൊഡക്ഷൻ യൂണിറ്റുകളും തിരുവനന്തപുരത്ത് മലയാളം പ്രക്ഷേപണ കേന്ദ്രവും അടങ്ങുന്ന ഒരു ശൃംഖലയാണ് DDക്ക് ദൂരദർശന് ഉള്ളത്. കോഴിക്കോട് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന 3 ക്യാമറാമാൻമാരിൽ 2 പേരെ പകരം ആളെ നിയമിക്കാതെ സ്ഥലം മാറ്റി. 2001 സെപ്റ്റംബർ 6-നാണ് അന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് തൃശ്ശൂർ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തത്. ഒട്ടേറെ തനത് പരിപാടികൾക്ക് വേദിയൊരുക്കിയ ഒരു കേന്ദ്രം കൂടിയാണ് തൃശ്ശൂർ ദൂരദർശൻ കേന്ദ്രം. നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരിൽ ആരൊക്കെ ഈ തൃശ്ശൂർ നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ കണ്ടു കാണും എന്ന് നമുക്കറിയില്ല. എന്നാൽ പോലും സാംസ്കാരിക നഗരയുടെ ആ എല്ലാ അതിഭാവകത്വവും വിളിച്ചോതുന്ന, എല്ലാ രസങ്ങളും ഒപ്പിയെടുക്കുന്ന ഒരുപാട് പരിപാടികൾ ദൂരദർശൻ തൃശ്ശൂർ കേന്ദ്രം സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. നമ്മളിൽ പലരും അത് ആസ്വദിച്ചതുമാണ്, കണ്ടതുമാണ്, കേട്ടതുമാണ്. ഈ ഒരു നിലയമാണ് ഇപ്പോൾ ഇല്ലാതാകാൻ പോകുന്നത്. ഇത് ഇപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വകാര്യ മാധ്യമങ്ങളുടെ, സ്വകാര്യ ചാനലുകളുടെ തള്ളിക്കയറ്റത്തോടെ ആ ഒരു ബഹുവർണ്ണ രസത്തോടെയുള്ള പരിപാടികൾ ദൂരദർശന് പ്രൊഡക്ഷൻ കോസ്റ്റ് മൂലം സംപ്രേഷണം ചെയ്യാൻ പറ്റാതായിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടുകൂടിയായിരിക്കും ഇത് ഇങ്ങനെയാകുന്നത്. എന്തായാലും DD തൃശ്ശൂർ എന്ന ലോഗോ ഇനി അധിക നാൾ കാണേണ്ടി വരുമോ എന്ന് തന്നെ നമുക്കറിയില്ല.